മോനെ നീ നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഒന്നും നോക്കിയില്ല, നേരെ ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നു. ജനുവരി 5, 6 ഏതൊരാളും ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്നത് നമ്മുടെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കാനാണ്. തെക്കങ്ങാടി ആണ് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത്. ജനുവരി 5, 6 വിശ്വാസവും പാരമ്പര്യവും കൈകോർക്കുന്ന കുന്നംകുളം ദനഹ പെരുന്നാൾ. യേശു ക്രിസ്തുവിന്റെ മാമോദിസ അനുസ്മരിച്ചുകൊണ്ടുള്ള ദനഹ പെരുന്നാളാണ് കുന്നംകുളത്ത് പിണ്ടിപ്പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ഒരു നാടിന്റെ ഒരു മതവിശ്വാസങ്ങൾക്കപ്പുറം കുന്നംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുചേരുന്ന ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് ഈ പെരുന്നാൾ. അമ്മ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനായിട്ട് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അറിയാതെ വീഡിയോ എടുത്തു. അവിടുന്ന് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു പള്ളിയിലാണ്. ആ പള്ളിയിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ കുറച്ച് ഫോട്ടോ സെക്ഷനുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഓക്കെ. ലൈറ്റ് അറേഞ്ച്മെന്റ് കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അവിടുന്ന് പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആ സൈഡിലുണ്ട്, അവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് റയറായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സിനായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, പെരുന്നാളായാലും ഉത്സവങ്ങളായാൽ പോലും നമ്മൾ ഈ കുന്നംകുളത്ത് ഈ തിരക്കുണ്ടാവും കേട്ടോ. ദേ ഈ ലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. എന്നാലും ഓക്കെ ശരി, നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു ഫോട്ടോ എടുത്തു. തിരക്കുണ്ടായിരുന്നു, എന്നാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അമ്മ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു. വീണ്ടും നടന്നു. പിന്നെ ഒരു തമ്പോലം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്ക് വീണ്ടും പരിചയക്കാരെ കണ്ടു, സംസാരിച്ചു. പോകുന്ന വഴിയിലൊക്കെ തന്നെയാണ് എല്ലാവരും കാണുന്നത്, സംസാരിക്കുന്നത്. എന്തായാലും കുന്നംകുളത്ത് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കാൻ വന്നത് വെറുതെ ആയില്ല. പിന്നെ അവരെ എടുത്ത് പറഞ്ഞ് ഇതൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരം കൂടി പോയപ്പോഴാണ് തമ്പോലം. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.